ഞാൻ ഈ പേജ് തുടങ്ങിയ സമയത്തും അതിനു മുമ്പും പല ആവർത്തി ഞാൻ കേട്ടിട്ടുള്ളൊരു ചോദ്യമാ, എവിടെ നിന്ന് കിട്ടുന്നു ഇത്രയും കോൺഫിഡൻസ്? അപ്പൊ ഞാൻ ഓർത്തിന്ന് അതിന് ഉത്തരം അങ്ങ് തന്നേക്കാമെന്ന്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം സ്കൂൾ ബസ് ഇറങ്ങുന്ന നേരത്ത് ഒരു ആന്റി വന്ന് എന്നോട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ആ ആന്റി എന്ന് പറയുന്നത് എന്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയാണ്. ആ കുട്ടിയുമായിട്ട് ഞാൻ അന്ന് രാവിലെ ഒരു ചെറിയ ഫൈറ്റ് നടന്നായിരുന്നു. അപ്പൊ അത് ചോദിക്കാനായിട്ട് ആന്റി വന്നതാ. അപ്പൊ ഈ എന്തുവാ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ആന്റി എന്നോട് ചാടിക്കടിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എന്റെ പപ്പ കുറച്ചപ്പുറത്ത് തന്നെ നിപ്പുണ്ട്, പക്ഷെ കണ്ട ഭാവം നടിക്കുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ ആന്റിയോട് പറഞ്ഞു, ആന്റി ഇങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ, ഇതുകൊണ്ടാണ്, എന്റെ തെറ്റായിരുന്നെങ്കിൽ എനിക്കൊന്ന് ഞാൻ സോറി പറഞ്ഞെന്ന്. അങ്ങനെ എന്തോ ഇത് കഴിഞ്ഞ് അത് സോർട്ട് ചെയ്തിട്ട് അവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് നടക്കുമായിരുന്നു. അപ്പൊ ഞാൻ അപ്പയോട് ചോദിച്ചു, എന്തൊരപ്പയാ, ഒരു ആന്റി വന്ന് എന്നെ ഇത്രയും പറയുന്നതൊക്കെ കേട്ടിട്ടൊന്ന് ഡിഫെൻഡ് ചെയ്യാൻ പോലും വന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് അപ്പ പറഞ്ഞു, നിന്റെ ഇത്തരം കാര്യങ്ങൾ നിനക്ക് തന്നെ ഡീൽ ചെയ്യാൻ അറിയണമെന്ന്. അതെനിക്ക് അന്ന് വലിയ സംഭവമായിട്ട് തോന്നിയില്ല. പക്ഷെ പിന്നീട് ഇപ്പം ഞാനിരുന്ന് ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒത്തിരി അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഒത്തിരി പ്രശ്നങ്ങൾ എനിക്ക് തന്നെത്താൻ ഡീൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ പേരൻസ് എന്ത് ഡീൽ ചെയ്യാൻ പറ്റാത്തോണ്ടല്ല, പക്ഷെ അവരത് ഞാൻ ഡീൽ ചെയ്യാനായിട്ട് വിട്ടത് കൊണ്ട്, എൻ്റെ പ്രശ്നങ്ങളാണെങ്കിൽ അത് ഞാൻ ഡീൽ ചെയ്യാനായിട്ട് അവരത് വിട്ടു. അതുപോലെ ജീവിതത്തിൽ ഒത്തിരി തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുള്ളപ്പോഴും എനിക്ക് വേണ്ടി അവരൊരിക്കലും ആ തീരുമാനങ്ങൾ എടുത്തിട്ടില്ല. എപ്പോഴും എൻ്റെ തീരുമാനങ്ങൾ ഞാൻ തന്നെ എടുത്തിട്ടുള്ളത്. എപ്പോഴും ആ തീരുമാനങ്ങൾ ശരിയായിരുന്നെന്ന് ഞാൻ പറയത്തില്ല. ഒത്തിരി വട്ടം തെറ്റിയിട്ടുണ്ട്. പക്ഷെ തെറ്റിയപ്പോഴൊന്നും എൻ്റെ പേരൻസ് വന്നിട്ട് കണ്ടോ നീ തീരുമാനം എടുത്താൽ ഇങ്ങനെ, ഇനി ഞങ്ങൾ നിനക്ക് വേണ്ടി തീരുമാനം എടുക്കുക എന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ എൻ്റെ തെറ്റുപറ്റിയ തീരുമാനങ്ങൾ എന്തുകൊണ്ടാണ് തെറ്റുപറ്റിയത് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിക്കും, ഒന്ന് പറയും, അവരുടെ അഭിപ്രായം പറയും എന്നല്ലാതെ എനിക്ക് വേണ്ടി അവരൊരിക്കലും തീരുമാനമെടുത്തിട്ടില്ല. ഇതിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ വന്ന പ്രയോജനം എന്തോന്ന് വെച്ചാൽ, സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള കോൺഫിഡൻസ് എനിക്ക് കിട്ടി. എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും, വേറൊരാളുടെയും സഹായം ഇല്ലാതെ, അല്ലെങ്കിൽ വേറൊരാളും അതിനെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന കോൺഫിഡൻസ് എനിക്ക് അതിൽ നിന്ന് കിട്ടി. അപ്പൊ ഇതിന് ഞാൻ പഠിച്ചത് എന്തോന്ന് വെച്ചാൽ, ഈ കോൺഫിഡൻസ് എന്ന് പറയുന്ന കാര്യം ഒരിക്കലും ഒരു 4 ദിവസത്തെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനിങ്ങിന് പോയിട്ട് കിട്ടുന്ന ഒന്നല്ല, അല്ലെങ്കിൽ വല്ല ടാബ്ലറ്റും കഴിച്ചാൽ ഒറ്റയടിക്ക് കിട്ടുന്ന കാര്യമൊന്നുമല്ല ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നവർക്ക് നമ്മുടെ മേളിലുള്ള കോൺഫിഡൻസ് ആണ് നമുക്ക് നമ്മുടെ മേളിലുള്ള കോൺഫിഡൻസ്. എനിക്ക് ചുറ്റും അങ്ങനെ ഒത്തിരി നല്ല ആൾക്കാരുണ്ടായിരുന്നു, എസ്പെഷ്യലി മൈ പേരൻസ്. അവർക്ക് വേണ്ടി ഞാൻ ഒത്തിരി താങ്ക്ഫുൾ ആണ്. അതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും അവരവരുടെ ജീവിതത്തിൽ ഇങ്ങനെ നല്ല അവരുടെ മേളിൽ കോൺഫിഡൻസ് കാണിക്കുന്ന ആൾക്കാരുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ എന്തുവാണോ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. വീണ്ടും കണ്ടുമുട്ടും വരെ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.